അസ്സലാമു അലൈക്കും. വാജിബ്, സുന്നത്ത്, ഹറാം, കറാഹത്ത്, ഹലാൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വിശദീകരണമാണ്. വാജിബ് നിർബന്ധം എന്നാണ് വാജിബിൻ്റെ അർത്ഥം. എടുത്താൽ പ്രതിഫലവും ഉപേക്ഷിച്ചാൽ ശിക്ഷയും ലഭിക്കുന്നതിനാണ് വാജിബ് എന്ന് പറയുന്നത്. ഇതിന് ഫർള് എന്നും പറയുന്നുണ്ട്. ഫർള് രണ്ട് വിധത്തിലുണ്ട്. ഫർള് ഐൻ, ഫർള് കിഫായ. ഫർള് ഐൻ എന്ന് പറയുന്നത് 5 നേരത്തെ നിസ്കാരം ഉദാഹരണമായി എടുക്കാം. 5 നേരത്തെ നിസ്കാരം ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണല്ലോ. എന്നാൽ ഓരോ വ്യക്തിയുടെയും സാമൂഹ്യ ബാധ്യതയാണ് ഫർള് കിഫായ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി അത് നിർവഹിക്കുക സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. എങ്ങനെ? ഉദാഹരണം പറഞ്ഞാൽ മയ്യത്ത് കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, ജനാസ നമസ്കരിക്കുക, ഇതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങൾ. അത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഒന്നാകെ കുറ്റവാളികളായി തീരുകയും ചെയ്യും. എന്നാൽ സുന്നത്ത് എടുത്താൽ പ്രതിഫലം ലഭിക്കുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ലഭിക്കാത്തതുമായ കാര്യങ്ങൾക്കാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഉദാഹരണം, മുളോയിൻ്റെ ആരംഭത്തിൽ 2 കൈപ്പത്തികൾ കഴുകുക എന്നാണ് സുന്നത്ത്. അത് ചെയ്താൽ മഹത്തായ പ്രതിഫലം ലഭിക്കും. ഉപേക്ഷിച്ചു എന്ന് കരുതി ശിക്ഷ ലഭിക്കുകയുമില്ല. മുസ്തഹബ്, മൻദൂബ് എന്നെല്ലാം പറയുന്നുണ്ട്. സുന്നത്തിൻ്റെ സമാന പദങ്ങളാണ്. സുന്നത്ത് എന്ന പദത്തിന് ചര്യ, നടപടിക്രമം എന്നെല്ലാം അർത്ഥമുണ്ട്. ഇനി ഹറാം എന്താ? ചെയ്താൽ ശിക്ഷ ലഭിക്കുന്നതും ചെയ്യാതിരുന്നാൽ പ്രതിഫലം ലഭിക്കുന്നതുമായ കാര്യങ്ങൾക്കാണ് ഹറാം എന്ന് പറയുന്നത്. ഉദാഹരണം, മദ്യപാനം, വ്യഭിചാരം, മോഷണം എന്നിവയെല്ലാം ഹറാമിൽ പെട്ട കാര്യങ്ങളാണ്. ഇവ ചെയ്താൽ അതികഠിനമായ ശിക്ഷ ലഭിക്കും. ചെയ്യാതിരുന്നാൽ അള്ളാഹുവിൻ്റെ പക്കൽ മഹത്തായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ഇനി കറാഹത്ത്, ചെയ്താൽ ശിക്ഷ ലഭിക്കുകയില്ല, ചെയ്യാതിരുന്നാൽ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ഇത്തരം കാര്യങ്ങൾക്കാണ് കറാഹത്ത് എന്ന് പറയുന്നത്. കറാഹത്ത് എന്ന പദത്തിന് അനൗചിത്യം, അനിഷ്ടം എന്നെല്ലാമാണ് അർത്ഥം. കറാഹത്ത് 2 തരത്തിലുണ്ട്. ഒന്ന് കറാഹത്ത് ഹരീം, നിഷിദ്ധമല്ലെങ്കിലും നിഷിദ്ധമായതിൻ്റെ സ്ഥാനത്തുള്ളതിനാലാണ്. കറാഹത്ത് തഹരീം എന്ന് പറയുന്നത് മറയില്ലാതെ ബൈത്തുൽ മുഖദ്ദിസിൻ്റെ നേർക്ക് തിരിഞ്ഞ് മലമൂത്ര വിസർജനം നടത്തുന്നത്. ഇത് ഉദാഹരണമാണ്. രണ്ടാമത്തതോ കറാഹത്ത് തൻസീഹ് ആണ്. അത്ര തന്നെ കഠിനമല്ലാത്തതും കറാഹത്തിനാണ് കറാഹത്ത് തൻസീഹ് എന്ന് പറഞ്ഞത്. വലത് ഭാഗത്തേക്കും മുൻഭാഗത്തേക്കും ഒക്കെ ആയിട്ട് നമ്മൾ തുപ്പുക, അത് തൻസീഹിൻ്റെ കറാഹത്താണ്. ഇനി ഹലാൽ എന്താ? പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും പ്രതിഫലമോ ശിക്ഷയോ ലഭിക്കാത്ത കാര്യങ്ങൾക്കാണ് ഹലാൽ എന്ന് പറയുന്നത്. ഇതിന് മുബാഹ് എന്നും പറയും. മുന്തിയ വസ്ത്രം ധരിക്കുക, രുചികരമായ ഭക്ഷണം കഴിക്കുക തുടങ്ങിയ ഹലാലിന് ഉദാഹരണമാണ്. ഇസ്ലാം വാജിബോ ഹറാമോ സുന്നത്തോ കറാഹത്തോ ആയി നിശ്ചയിക്കാത്ത എല്ലാ കാര്യങ്ങളും ഹലാലാകുന്നു. അവ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ചെയ്താലും ചെയ്തില്ലെങ്കിലും അവക്ക് പ്രതിഫലമോ ശിക്ഷയോ ലഭിക്കുകയില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ വിശദീകരണം. ഇൻഷാ അല്ലാഹ് എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ, 5, 4 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത്. അതായത് വാജിബ്, സുന്നത്ത്, ഹറാമ്, കറാഹത്ത്, ഹലാൽ. ഇതറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അസ്സലാമു അലൈക്കും.